എടേ എന്തിനാണ് ഇവക്ക് പ്രാന്തായ? ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെയും ഓടി നടന്ന് തെറിയും വിളിച്ചോണ്ട് കിടന്നോളാണ്. ഇപ്പൊ സ്വന്തം തള്ളക്ക് തന്നെ തെറി വിളിക്കുന്നുണ്ട്. വല്ലാത്ത കഥ തന്നെ. കണ്ടു നോക്ക്, ഒന്നും പറയാനില്ല മക്കളെ. അയ്യോ 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 ശബത്ത് ശബത്ത് ഓ വേണ്ട വേണ്ട വേണ്ട. എടാ, നീ വിളിക്കുന്ന ദൈവം ആരാണെന്ന് നീ അറിയേണ്ടതിനെതിരെ കുറെ സമാധാന മതക്കാരങ്ങ് ഇറങ്ങിയിരിക്കുക. ക്രിസ്ത്യാനിയുടെ പേരും പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ട് സംസാരിക്കാൻ ക്രിസ്ത്യാനിയെ വളർന്നിട്ടില്ല. നിങ്ങൾ ആരും എന്നെ പഠിപ്പിക്കണ്ട. ഓ, ജെറുസലേം എന്ന പേജ് കയറി കണ്ടതെന്തുവാ? ദൈവവചനം കേൾക്കാൻ വേണ്ടിട്ടോ? എന്റെ ദൈവവചനം മാത്രം കേട്ടാ മതിയോ നിങ്ങൾക്ക്? ബാക്കിയുള്ളവൻ ഈ കാലഘട്ടത്തിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾക്കൊന്നും മറുപടി നിങ്ങൾ കൊടുക്കത്തില്ല. നിങ്ങൾ കൂട്ടിക്കൊടുപ്പുകാരന്മാരല്ലേ? അമ്മയെ ചോദിച്ച കൂട്ടത്തില് എന്തുവാ വസ്ത്രം ചോദിക്കുന്നതിനും പുതപ്പ് കൊടുക്കണമെന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയെ ചോദിച്ചാൽ മോളയും കൂടി കൊടുക്കുന്ന ആൾക്കാരല്ലേ ക്രിസ്ത്യാനി കുറെ കൂതറകള്. ഇങ്ങോട്ട് വന്ന് ഭയങ്കര വിശ്വാസവും സ്നേഹവും പഠിപ്പിക്കുന്നവര്. പോ ഇറങ്ങിപ്പോ വിവരം കേട്ട വർഗമേ. നീയൊക്കെ ഉള്ളത് കൊണ്ട് ആ ഭൂമി ഇങ്ങനെ ഈ തുലുക്കന്മാരുടെ കയ്യിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നീയൊക്കെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വിവരം കെട്ടവന്മാര്, തിരിച്ചു പ്രതികരിക്കാൻ കഴിവ് കെട്ടവന്മാര് ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാ രാജ്യങ്ങൾ മുഴുവനും തുലുക്കന്മാരുടെ കയ്യിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ രാജ്യങ്ങൾ മുഴുവനല്ല ഇപ്പൊ അവന്മാരുടെ കയ്യിലിരിക്കുക. കാരണം നിങ്ങൾ ഇങ്ങനെയല്ലേ കിടക്കുന്നത്. കേറി വന്ന് മക്കളെ ഭോഗിച്ചാലും അമ്മയും കൂടെ കൊടുക്കും എടുത്തോണ്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ തിരിഞ്ഞു നിന്ന് നീ ഒന്നും ചോദിക്കുമോ? നീയൊക്കെ തിരിഞ്ഞു നിന്ന് ചോദിക്കാത്തത് കൊണ്ടാണ് ആ വിവരം കെട്ടവന്മാരെ ഇവന്മാർ ലോകം മുഴുവനും പിടിച്ചടക്കുന്ന രീതിയിൽ വളർന്നു പന്തലിച്ചെന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലായോ? നീയൊക്കെ തിരിച്ചു ചോദിക്കാത്തതിന്റെ കുഴപ്പമാണ് ലോകം മുഴുവനും ഈ സാത്താനിക തീവ്രവാദം പടർന്നു പന്തലിച്ചതും. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? ഇറാൻ വിട്ട 150 മിസൈലുകള് ഇസ്രായേലിലല്ല ചെന്ന് പതിച്ചത്, ഇവക്ക് അണ്ണാക്കിലാണ് ചെന്ന് പതിച്ചത്. അതാണ് ഇവളിങ്ങനെ തെറി വിളിച്ചോണ്ടിരിക്കുന്നത്. പണ്ട് ഓടി നടന്ന് മുസ്ലിങ്ങളെല്ലാം തെറി വിളിച്ചോണ്ടിരുന്ന ആളാ ഇന്നതായപ്പ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ തെറി വിളിക്കും. ഇവളെ സപ്പോർട്ട് ചെയ്തവന്മാരൊക്കെ ഇവിടെ ഉണ്ടോ? കാണുന്നുണ്ടോ? എല്ലാത്തിനെയും പൂരത്തെറിയ. അവക്ക് പ്രാന്തായിക്കണ് കേട്ടോ. ഈ കക്കൂസിന്റെ ടാങ്ക് പൊട്ടിയിരിക്കുകയാണ്. ലീക്ക് എവിടെ നിന്നൊക്കെ ലീക്കായി തുടങ്ങിയിരിക്കണ്. പണ്ട് പലസ്തീനിൽ മരിച്ചു വീഴുന്ന പിഞ്ചു മക്കളെ അടക്കം തീവ്രവാദികളെന്ന് വിളിച്ച കള്ള ഫുണ്ടയാണിത്. പരഫുണ്ട കക്കൂസ്. ഇന്നിതാ ഫുള്ള് ക്രിസ്ത്യാനികളെ ഓടിയടന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കുക. എനിക്കോണെ ഈ ഫുണ്ടയ്ക്ക് ഭ്രാന്തായിരുന്നു. ഇറാനിടുന്ന ഏതെങ്കിലും ഒരു മിസൈൽ ഇവളെ അണ്ണാക്കിൽ വീന്നിരുന്നെങ്കിൽ അതിനൊരു തീരുമാനമായി. ഈ ഫുണ്ടനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു ഫുണ്ട. എന്തായാലും ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ തെറി വിളിക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സകല ക്രിസ്ത്യാനികളെ ഓടി നടന്ന് തെറി വിളിക്കുന്നുണ്ട് ഈ ഫുണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ പോലുള്ള വർഗീയ തീട്ടങ്ങളാണ് നമ്മുടെ നാടിന്റെ ശാപം. സത്യമായിട്ട് തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു എന്താ പറയാ വർഗീയതയില്ല, ഒന്നുമില്ല, അതുമില്ല, ഇതുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ പോലുള്ള കുറെ വർഗീയ തീട്ടങ്ങളുണ്ട്. അതായത് കക്കൂസുകൾ. ഇവളെ പോലുള്ള കുറെ കക്കൂസുകളാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ ശാപം. എന്തായാലും ഇറാനായാലും ഇസ്രായേലായാലും ഏതെങ്കിലും ഒരു മിസൈൽ എവളെ അണ്ണാക്കിൽ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ അതോടുകൂടിയിട്ട് ഇതിന്റെ കാര്യത്തിൽ തീരുമാനമായെങ്കിൽ. സത്യം ഇത് ഫേസ്ബുക്കിൽ ഇവരുടെ അക്കൗണ്ട് ഫുള്ള് കയറി നോക്ക്. ഫുള്ള് ക്രൈസ്തവർ, അതായത് ക്രിസ്ത്യാനി സഹോദരങ്ങളെ തെറി വിളിക്കുകയാണ് ഇപ്പൊ. പണ്ട് മുസ്ലിങ്ങളെ ഓടി നടന്ന് തെറി വിളിച്ചോണ്ട് കിടന്നോളാണ്. ഇപ്പൊ ഫുള്ള് വിളിക്കുന്നതെല്ലാം ക്രിസ്ത്യാനികളാണ്. ഇവളെ വീഡിയോ എടുത്ത് നോക്ക്. ഇവള് എന്തോന്ന് സുവിശേഷ പ്രവാഹമൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക കക്കൂസ്. എന്തായാലും കക്കൂസേ പൊട്ടി ഒലിക്കുന്നുണ്ട്. എന്തായാലും ലീക്ക് അടയ്ക്കാൻ വേണ്ടി സിലിക്കോൺ വാങ്ങാൻ പോയിട്ടുണ്ട് ആൾക്കാർ. ആ പൊട്ടിയ കക്കൂസ് ഒന്ന് അടച്ചു വെച്ചോളി, ഇല്ലെങ്കിൽ ഇവിടെ ദുർഗന്ധം വമിച്ചിട്ട് നിൽക്കാൻ കഴിയൂല.